നീലഗിരി ഗൂഡല്ലൂരിൽ പുതിയ ആനത്താരി പദ്ധതി നടപ്പിലാക്കാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ സമരപരിപാടികളുമായി വിവിധ സംഘടനകൾ രംഗത്ത്. സമരത്തിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കരിങ്കൊടികൾ സ്ഥാപിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കവെയാണ് ഗൂഡല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും ആനത്താരകൾ ഉള്ളതായുള്ള കമ്മീഷന്റെ പുതിയ റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ആനത്താരകളിലൂടെ തടസ്സങ്ങളില്ലാതെ കാട്ടാനകൾ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ 2008 ശേഷം നിരവധി പേർ കൊല്ലപ്പെട്ടതിന്റെ കണക്കുകൾ നിരത്തി പുതിയ ആനത്താരകൾ കണ്ടെത്തിയിരിക്കുകയാണ് വനംവകുപ്പ്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ നിലവിൽ നിൽക്കുമ്പോഴാണ് 29-ാം തീയതി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇതുപോലുള്ളതായുള്ള ഒരു അറിയിപ്പ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഫോറസ്റ്റ് മിനിസ്റ്റർ തന്നെ ഇത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കുന്ന സ്ഥിതിയായിരുന്നു. സോ ഗവൺമെന്റിന് അറിയാതെ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അറിയാതെ തന്നെ ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേഖകളില്ലാതെ ഭൂമിയിൽ താമസിക്കുന്ന കർഷകരുടെ പട്ടയമെന്ന സ്വപ്നമാണ് പുതിയ ആനത്താര പ്രഖ്യാപനം വഴി തകർന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട വശം ഒരു 34,000-ഓളം വീടുകൾ ഇപ്പൊ ഈ പുതിയ ആനവഴിത്താരയിൽ ഉള്ളതായിട്ട് അവരുടെ നോട്ടിഫിക്കേഷൻ തന്നെയുണ്ട്. ഒരു 2,900-ഓളം വീടുകൾ ഓവാലി എന്ന് പറയുന്ന ഒരു ചെറിയ പഞ്ചായത്തിന്റെ ഉള്ളിൽ മാത്രം ആനവഴിത്താരയിൽ കണ്ടറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ കാലഘട്ടത്തിൽ ഈ കൃഷിക്കാരന്റെ ഇടയിൽ എന്തിനു വേണ്ടി കൊടുത്തു എന്ന് ചോദിച്ചാൽ പല മന്ത്രിമാരും കൈമലർത്തുന്ന ഒരു സ്ഥിതിയാണ്. കാട്ടിൽ തീറ്റ ലഭിക്കാതെ നാട്ടിലിറങ്ങുന്ന കാട്ടാനകളുടെ ആക്രമണത്തിലാണ് മനുഷ്യർ കൊല്ലപ്പെട്ടതെന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആനത്താരകളായി ചിത്രീകരിക്കുന്ന നടപടിയാണ് വനംവകുപ്പ് കൈക്കൊള്ളുന്നതെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. പുതിയ ആനത്താര റിപ്പോർട്ട് റദ്ദാക്കുന്നതുവരെ തുടർ സമരങ്ങൾ ശക്തമാക്കാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം. റിപ്പോർട്ടർ, വയനാട്.